നിങ്ങളെന്റെ അനുവാദത്തോടുകൂടി ഈ പ്രോഗ്രാമിന്റെ ഈ ഓർഗനൈസ് ഫെയർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെന്റെ അനുവാദത്തോടുകൂടി ഈ ദീപം തെളിയിച്ചു. എല്ലാവരുടെയും അനുഭവത്തെ കൂടി ഇതിന്റെ ഭദ്രദീപം എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഈ ദീപം തെളിയിക്കുന്നു. നമ്മളാരും ഏതെങ്കിലും അത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. പ്രയോജനപ്പെടുത്തിയത് കണ്ടിമോസാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാറ് അടിക്കുന്നത് കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാനുമുണ്ട്, ഗ്രഹിച്ചിട്ട് അതുപോലെ പ്രവർത്തിക്കാനുണ്ട്. ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മളെല്ലാം ചിന്തിച്ചതോട് പ്രവർത്തിച്ചില്ല. ഇതിന്റെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ 7 മാസം കൊണ്ട് സാർ അച്യുതരായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 7 മാസം കഴിയുമ്പോൾ നമുക്കും 7 അല്ലെങ്കിൽ 1-2 മാസം കൂടെ മുമ്പോട്ട് പോയാലും എല്ലാ കാര്യം 77% നമുക്ക് എത്താൻ സാധിക്കും. ഇപ്പൊ ഇത്രയും ഈ വളരെ കുറച്ച് ആളുകൾ വന്നതിന് ശേഷം തന്നെ വന്നപ്പോൾ തന്നെ സാർ അച്യുതരായെങ്കിൽ അത്രയും കാലം മതി. നമുക്ക് സാറിന് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം വേണ്ടി വരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതുവരെ നമ്മൾ അതിനെ കുറിച്ച് ഓർഗനൈസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ ഓരോരുത്തരും അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കടമയിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി സ്വാഗതം ആശംസിക്കാനുള്ളത് ഡൽഹിയിൽ നിന്ന് വന്ന നമ്മുടെ ആദിത്യ സാറിനാണ്. സാറിന് ഞാൻ ഓർഗനൈസേഷന്റെ പേരിലും നമ്മുടെ ഈ കൊല്ലം ടീമിന്റെ പേരിൽ ഞാൻ ഭാഗമായി ആദിത്യ കോൾ സാർ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. आद्यकोल स्वागत मेरे हाथों स्वागत जी। आवाज बढ़ा दो, साउंड बढ़ा दो। सर अंदर सर आवाज पकड़ना पकड़ना स्टार्ट करो। ആദ്യത്തെ കോൾ സാറിനെ നമ്മുടെ കേരള പ്രൊമോട്ടറായ ചന്ദ്രബാബു സാറാണ് കൊല്ലാതെ അണിയിക്കുന്നത്. നല്ലോണം ക്ലാപ്പ് ചെയ്തേ. അടുത്തത് നമ്മുടെ ചന്ദ്രബാബു സാറിനെയാണ് നമുക്ക് വേദിയിലേക്ക് സ്വീകരിക്കാനുള്ളത്. ചന്ദ്രബാബു സാറിന് ഓഫീസിന്റെ പേരിൽ കൊല്ലം ടീമിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് നമ്മുടെ കൊല്ലം ടീമിന്റെ ലീഡർ, കർത്തനായ കൊല്ലം ടീമിന്റെ ലീഡർ പ്രേംകുമാർ സാറിനാണ്. പ്രേം സാറാണ് കൊല്ലം ടീമിന്റെ കരുത്തുറ്റ ലീഡർ. പ്രേം സാറിന് വേദിയിലേക്ക് ഓഫീസിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ
എന്റെ വ്യക്തിപരമായ പേരിൽ ഓക്കെ ലൈഫുകാരുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ PUC ഓണം. നമ്മുടെ കയ്യിൽ നിന്ന് നാസർ സാറുള്ളതുകൊണ്ടാണ് നമുക്ക് തസ്സെടുത്ത് ഒരു PUC സെന്റർ വന്നത്. നമുക്കെല്ലാം അങ്ങനെ പെട്ടെന്ന് പോയി സാധനം വാങ്ങിക്കാനെല്ലാം സാധിക്കുന്നത്. സാറിനെ കൊണ്ടുവന്നത് നമ്മുടെ കൊല്ലം ടീമിലെ ലീഡറായ പ്രേംകുമാർ സാറിനാണ്. അപ്പൊ സാറിന് സാധനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാറിനെ കൊണ്ടുവരാൻ മനസ്സ് കാണിച്ച പ്രേം സാറിനും അതുപോലെ തന്നെ ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു പ്രണവയ്ക്ക് തുനിഞ്ഞ നാസർ സാറിനും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കൊരു വനിതാരത്നമുണ്ട് PUC ഓണറായിട്ടുള്ളത്. അത് മറ്റാരുമല്ല നമ്മുടെ വൈഫും നമ്മുടെ ബ്ലോക്ക് ലീഡറുമായ വനിതാ ലീഡറുമായ അടുത്തത് എത്തിയിട്ടില്ല എങ്കിലും അഞ്ചാലുമൂടിൽ നിന്നുള്ള നാരായണ നമ്മുടെ ഒരു PUC ഓണറാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് ശ്രീ ശിവദാസൻ സാറാണ്. കൊണ്ടുവന്ന സാറിനും അതുപോലെ വന്ന് സാർ എത്തും. സാറിന് സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷെ സഹോദരൻ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാരായണ സാറിന് എന്റെ വ്യക്തിപരമായ പേരിലും ഓക്കെ ലൈഫുകാരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് കുന്തലത്താഴത്ത് സുരേഷ് സാറ് PUC ഓണറാണ്. അതും പ്രേം സാറാണ് അദ്ദേഹത്തെ PUC എടുപ്പിക്കാൻ പ്രചോദനമായത്. സാറും എത്തുമെന്ന് പറഞ്ഞു, എത്തിയില്ല എങ്കിൽ വരുമെന്നുള്ള വിശ്വാസത്തിൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. അടുത്തത് പ്രേം സാറിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ശരത് സാറാണ്. സാറും അച്ചീവറാണ്. സാറിന് ഞാൻ ഓക്കെ ലൈഫുകാരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ADP അച്ചീവറായ ശ്രീമതി അർച്ചന അരുൺ ജാരകിനെ ഞാൻ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചവറയിലാണ്. ചവറയിൽ നിന്ന് വന്ന ശ്രീ അനിൽകുമാർ സാറിനെ ഞാൻ എന്റെ പേരിലും ഓക്കെ ലൈഫുകാരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ് സലീം സാർ. സാറിന് ഞാൻ ഈ എന്റെ ഓക്കെ ലൈഫുകാരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെയാണ് സലീം സാറിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന നിസാം സാർ. സാറിന് ഓക്കെ ലൈഫുകാരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അവർക്കൊപ്പം തന്നെ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന മംഗള കുമാരി എന്ന് പറഞ്ഞ മാഡമുണ്ട്. മാഡത്തിന് ഞാൻ എന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഓക്കെ ലൈഫുകാരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ മറ്റൊരു വ്യക്തി കൂടെ അവിടെ നിന്ന് ചവറയിൽ നിന്നും വന്നിട്ടുണ്ട്. അത് നല്ലതുപോലെ വർക്ക് ചെയ്യും, നല്ല ഓർഡിനറി വർക്ക് ചെയ്യുന്ന അംബിക മാഡത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഓക്കെ ലൈഫുകാരുടെ അതുപോലെ തന്നെ ചവറയിൽ നിന്നും തങ്കമണി മാഡത്തിനെയും ഞാൻ ഓക്കെ ലൈഫുകാരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. താമസിച്ചു പോയി നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ലീഡറാണ് സാൻസ്റ്റിന മാഡം. മാഡത്തിന് ഞാൻ എന്റെ പേരിലും ഓക്കെ ലൈഫുകാരുടെ പേരിലും സ്വാഗതം വന്നപാടി. പിന്നെ ഏറ്റവും കൂടുതൽ സ്വാഗതം പറയുന്നത് നിങ്ങൾക്കാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഈ വെയിലത്തൊക്കെ വന്നിരുന്ന് വീണ്ടും ഓക്കെ ലൈഫുകാർ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കാൻ മുന്നേ വന്ന എന്താണെന്ന് പഠിക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓക്കെ ലൈഫുകാരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പ്രസ്ഥാനത്തെ ഈ ഓക്കെ ലൈഫുകാരനെ കുറിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് കൊല്ലം ടീം ലീഡറായ ശ്രീ പ്രേംകുമാർ സാറിനെ ഈ വേദിയിലേക്ക് പറയുന്നതിന്. ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവരും കൈ നല്ലോണം നാമത്തിൽ രണ്ട് അടിയടിക്കുകയാണ്. കാരണം ഞാൻ ഈ കമ്പനിയെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ശരിക്കും നമ്മളെ കൊറോണ കാലത്ത് ഏപ്രിൽ
മെയ്യിലാണ് ഞാൻ ഈ പ്രോഗ്രാം കേൾക്കുന്നത്. കാരണം മാർച്ച് 20 ലോക്ക്ഡൌൺ ആയിപ്പോയി. എന്നിട്ട് പോലും ഈ കമ്പനി ഞാൻ കേട്ടു. എന്നെ ചന്ദ്രബാബു സാറാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഈ പ്രോഗ്രാം കേൾക്കുന്നത് രാത്രി 9 മണിക്കാണ്. ഞാനും എന്റെ ഏറ്റവും അടുത്ത വ്യവസായ ദാസാറും കൂടെ ഞങ്ങൾ 8 മണിക്ക് അന്നേരം സാറിന്റെ അടുത്ത് ചോദിച്ചു, പ്രേമേ നമ്മൾ എങ്ങനെ പോകും? കാരണം എല്ലായിടവും പോലീസ് ബന്ധവസ്ഥാണ്, മൊത്തം കറക്റ്റ് നിർത്തിയൊക്കെയാണ്. എന്നിട്ട് പോലും ഞങ്ങൾ 7 മണിക്ക് കാറും എടുത്തോണ്ട് ഞാനും ദാസാറും കൂടാണ് ചന്ദ്രബാബു സാറിന്റെ വീട്ടിൽ പോയി പ്രോഗ്രാം കേൾക്കുന്നത്. കാരണം ഞങ്ങൾക്കത് സാറിന്റെ അടുത്ത് പോലും അതിനെ ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ചന്ദ്രബാബു സാറിന്റെ ഭാര്യ പുഷ്പ മാർത്തനെയാണ്. കാരണം സാറിന്റെ കയ്യിൽ ഈ പ്രോഗ്രാം കിട്ടി 2 മാസം സാറ് കൈ വെച്ചിട്ട് പോലും സാറിന് ഒരു ലീഡർഷിപ്പ് വ്യക്തി കൊണ്ടുവരാൻ പറ്റിയില്ല. സാറിന് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ സാറ് പലരെയും വിളിച്ചു, ആരും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞ് നോക്കാൻ, കാണാൻ, കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പ്രോഗ്രാം പുഷ്പമാനം പറഞ്ഞു, നിങ്ങളിങ്ങനെ ആരും തിരക്കണം, പ്രേം സാർ എന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ 3 വട്ടം വിളിച്ചു. 3ാമത്തെ ബെല്ലിൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ആ ഫോൺ അറ്റൻഡ് ആണ് എന്നെ 7 മണിക്ക് ആ പ്രോഗ്രാം കേൾക്കാൻ ചന്ദ്രബാബു സാറിന്റെ വീട്ടിൽ ചെന്നു. രാത്രി 11 മണിക്കാണ് ആ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ ദാസാറും കൂടെ, ദാസാറിന്റെ മക്കളും പള്ളു പറഞ്ഞു, എല്ലാവരും പള്ളു പറഞ്ഞു. പക്ഷേ നമുക്ക് വിജയിക്കാൻ പറ്റിയൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ആരും പഠിച്ചിട്ട് കഥയില്ല, അതിൽ കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ പറ്റണം. കാരണം ഞാൻ നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന ഡൽഹിയിൽ നിന്ന് വന്ന ആദിത്യ കൗൾ സാറ് 14 മാസമാണ് ഈ പ്രസ്ഥാനത്ത് വന്നത്. വെറും 14 മാസം. സാറ് എനിക്ക് എമൗണ്ട് 7 lakhs per month. 7 ലക്ഷം രൂപ വരുമാനം കാര്യമാണോ? ഇവിടെ ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന് പോലും 20,000-25,000 ശമ്പളം മേടിക്കുന്ന സ്ഥാനത്ത് സാറ് 7 ലക്ഷം, ഈ മാസത്താണ് എനിക്കൊന്ന് 8 ലക്ഷം രൂപ ഇന്നലെ പേർക്ക് സാറിന് പറഞ്ഞു. 8 lakhs സാറ് 1.5 വർഷമാണ് സാറ് 1 കോടിക്ക് മുകളിൽ അച്ചീവർ ആകാൻ പോവുകയാണ്. അതാണ് ഈ പ്രസ്ഥാനം. കാരണം നമ്മള് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഒരുപാട് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കമ്പനി എടുത്ത് പറയുന്നില്ല, ഒരുപാട് പ്രോഗ്രാം ഞാൻ ചെയ്ത വ്യക്തിയാണ്. 22 വർഷത്തെ ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ല എന്ന് പറയാൻ കാരണം കമ്പനികളാണ് വരുന്നത്. കമ്പനിക്ക് മുതൽക്കൂട്ടുണ്ടായിക്കൊള്ളുന്ന കമ്പനികളാണ് നമ്മൾ നിലവിലുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓക്കെ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി നമ്മൾ താഴെ ആരൊക്കെ വരുന്നോ അവരെല്ലാം അച്ചീവ്മെന്റ്സ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. കാരണം അത് എന്ത് പറയാൻ ആദിത്യ കൗൾ സാർ കൊണ്ടുവന്ന ഒരു ജൂനിയറുണ്ട്. സാർ മേടിക്കുന്നത്, സാർ 7 ആണെങ്കിൽ അയാൾ 8 ലക്ഷം രൂപയാണ് ഏൺ ചെയ്യുന്നത്. കാരണം കൊണ്ടുവരുന്ന വ്യക്തിക്ക് പോലും നമ്മളെക്കാട്ടിൽ മുന്നിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിലെ ഒരു ഇന്റർനാഷണൽ കമ്പനിക്ക് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. മറ്റൊരു കാര്യം, ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വിലയും കാട്ടി കുറച്ച് പ്രോഡക്റ്റിന്റെ വില കൊടുക്കുന്ന ഒരു കമ്പനിയും ഇത് ഇന്ത്യയിലില്ല. അതാണ് ഇതിന്റെ മറ്റൊരു എത്തിക്സ്. കാരണം നമുക്ക് ഇൻകമും കമ്പനിയുടെ പ്രൊഫൈല് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. കാരണം കമ്പനിക്ക് അവരെ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റല്ല അവര് നമുക്ക് കമ്മീഷനും ഇതൊന്നും തരുന്നത്. കമ്പനിക്ക് 7,000 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ഒരു കമ്പനിയാണ് ഓക്കെ ലൈഫ് കെയർ. കാരണം നിങ്ങൾ കെട്ടുതരാൻ 3 യൂണിവേഴ്സിറ്റി, 27 കോളേജ്, 52 സ്കൂള്, 42 തിയേറ്റർ, 5 ചാനല്, ഒരു വാട്ടർ തീം പാർക്ക് വീഗരാജ് പോലുള്ള ഒരു ഫിലിം സിറ്റി, അതുപോലെ ഇത്രയും സ്ഥാപനങ്ങളുള്ള ഒരു കമ്പനിയും ഇന്ന് ഇന്ത്യയിലില്ല. അതാണ് കമ്പനിയുടെ പ്രൊഫൈൽ ഭയങ്കരമാണ്. നമ്മൾ പല കമ്പനിയും ചെന്ന് നാളെ നമുക്ക് പൈസ കിട്ടും, മറ്റൊന്ന കമ്പനി ഇല്ല, തട്ടുകട പോലെ ഊരിക്കൊണ്ട് പോകുന്ന കമ്പനികളാണ് നമ്മുടെ നാളെ. നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. എല്ലാവരും എടുത്ത് സാറിന് ഇതിനകത്ത് സാറിന് വരുമാനം നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ടിംഗ് എമൗണ്ട് കുറവാണെങ്കിലും ഇതിന്റെ ഹൈലൈറ്റ്സ് ഭയങ്കരമാണ് ഈ കമ്പനിയുടെ. എല്ലാവരും പറയും സാർ എന്തുകൊണ്ട് ഇതിനകത്ത് ഉറച്ചിരിക്കുന്നത്, എനിക്ക് ഇന്നത്തെ വരുമാനമല്ല. നാളെ ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇന്ന് ഇവിടെ നടന്നു വരുന്ന പല കമ്പനികളും നമുക്ക് ഇന്ന് വരുമാനം കിട്ടും. 3 ദിവസം കഴിയുമ്പോൾ കമ്പനി എന്തെന്ന് വെച്ചാൽ പറയും കമ്പനി ഇല്ല സാറേ, അത് നിർത്തി. ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ കമ്പനിയാണ് ഓക്കെ ലൈഫ് കെയർ. എന്റെ ഒരു വാശിയാണ് നമ്മൾ ഇത് എനിക്ക് ഒരു വർഷത്തിനകം ഒരു 2 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക് എത്താം. അത് സാധിക്കും. കാരണം എന്റെ കൂട്ടുകാരൻ ചന്ദ്രബാബു സാർ വെറും ലോക്ക്ഡൌൺ സമയത്ത് ഒരു ആർക്കും ഏൺ ചെയ്യാത്തൊരു കാര്യമാണ്. 6 മാസം കൊണ്ട് കാർ ഫണ്ട് അച്ചീവറും ഹൗസ് ഫണ്ട് അച്ചീവറും ആയി കഴിഞ്ഞു. ആ കാലത്ത് ജനുവരിയിൽ കമ്പനി ഒരു ഫ്ലാറ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു വീട്. അത് ഈ കമ്പനികൾ നിഷ്പ്രയാസം നേടാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഓക്കെ ലൈഫ് കെയർ. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുക. എനിക്കിനി സാറിന് നമ്മൾ ഇരിക്കുന്ന ആദിത്യ കൗൾ സാറിന് ഈ പറഞ്ഞ ഒന്നും മനസ്സിലായി കാണുന്നില്ല. അതുകൊണ്ട് സാറിന് വേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ ഒരു സ്പീച്ച് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എഴുതി വന്നിട്ടുണ്ട്. സാറിന് വേണ്ടി ഞാൻ പ്രത്യേകം അതൊന്ന് വായിക്കും. അതെല്ലാവരും കേൾക്കുക. Good morning to all and our presence here. First of all, I welcome Aditya Kaul, a great leader of this company, to this occasion.
This is the first meeting conducted in Kerala. OK Lifecare was introduced in Kerala only 7 months ago. Chandrababu sir introduced me to this company and I gladly thank him in this occasion. OK Lifecare is the best product selling in India. The company provides lot of quality healthcare products and it provides the product at a cheap price that any other company. So even the poor people can afford it. Through this opportunity, we can gain more achievements. By this, I am conducting my best. Thank you. എന്റെ വിനീതമായ നമസ്കാരം. എന്റെ പേര് ശിവദാസ്. എല്ലാവരും എടുത്തും വിളിക്കുന്നത് ദാസ് എന്നാണ്. സ്വദേശം കടവൂരാണെങ്കിലും താമസിക്കുന്നത് മുണ്ടൽക്കാലത്താണ്. നെയ്യാറിലെ സേവനം കഴിഞ്ഞതിന് ശേഷം 5-6 വർഷമായി ഈ MLM അല്ലെങ്കിൽ ഡയറക്ട് മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ മീറ്റിംഗ് നമ്മൾ അതേ സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല. സമയം വളരെ കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വെൽനസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ OK ലൈഫ് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഞങ്ങൾ സാർ പറഞ്ഞതുപോലെ ഇത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് റിസൾട്ട് നേടാൻ കഴിഞ്ഞ പ്രോഡക്റ്റുകളാണ് OK ലൈഫ് എന്ന കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് ഒട്ടനവധി ആളുകൾ അല്ലെങ്കിൽ 99% ആൾക്കാരും ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വിധേയരായിരിക്കുകയാണ് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇതിൽ നിന്ന് മോചനം എന്താണ് എന്ന് നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും പെട്ടെന്ന് പോയി ആശ്രയിക്കുന്നത് അലോപ്പതി ചികിത്സാ രീതിയിലേക്കാണ്. ആ അലോപ്പതി ചികിത്സാ രീതി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം ഏത് ഘട്ടത്തിൽ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2 കാര്യം മാത്രമേ ഞാൻ ഉദാഹരണമായി പറയുന്നുള്ളൂ. ഒന്ന് ഡയബറ്റിക്, ഒന്ന് നമ്മുടെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ. ഇതിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഓരോ വ്യക്തികളും ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെലവാക്കുന്ന വ്യക്തികൾ സ്വയം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ ചികിത്സാ രീതി ലാസ്റ്റ് എവിടെ ചെന്ന് എത്തിയിരിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഡയബറ്റിക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിന് ഉത്തരവുണ്ടോ? എന്ന് മാറുന്ന ഒരവസ്ഥയല്ല ഡയബറ്റിക് എന്ന് പറയുന്നത്. അപ്പം ആ ചികിത്സാ രീതി അലോപ്പതിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ മില്ലിഗ്രാമിന് ഗുളിക തന്ന് അത് വലിയ മില്ലിഗ്രാമിലേക്ക് മാറി അത് ഇൻസുലിനായിട്ട് മാറി ആ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ ഏത് ഘട്ടത്തിൽ എത്തിച്ചേരുന്നു, അവസാനം ആ അവസ്ഥയും കൊണ്ട് മറ്റനവധി രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുകയും അതോടുകൂടി നിങ്ങളുടെ മരണം സംഭവിക്കുകയും ചെയ്യും. ആ അവസ്ഥയ്ക്ക് പരിഹാരമായി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പൂർണ്ണമായി അതിനെ മാറ്റാൻ കഴിയില്ല. പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നത് എപ്പോഴാണ്? നിങ്ങൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റാൻ കഴിയും. എന്നാൽ ആ അവസ്ഥ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവസ്ഥ മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് തരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരാഴ്ച വരെ നിങ്ങളുടെ ആ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നതിനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഇന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് കഴിക്കാൻ കഴിയും. കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരാഴ്ച വരെ നിങ്ങളുടെ ആ അവസ്ഥ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വളരെ സയന്റിഫിക് ആയിട്ട് വളരെ റിസർച്ച് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അത് നമുക്കത് കമ്പനി നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ പൈസ എന്ന് പറയുന്നത് ഒരുപാട് പൈസനൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് 7 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ അവസ്ഥകൾ മാറ്റിയെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒരുപാട് കമ്പനികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അധ്വാനം 5 വർഷം ആയിക്കൊള്ളട്ടെ,
ആ 5 വർഷം കഴിയുമ്പോൾ അവരുടെ ആ ലൈഫ് ഫാമിലി സുരക്ഷിതമായി കഴിയുന്നോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കം ചില ആൾക്കാർ മാത്രം. അതുപോലെ ഇവിടെ കമ്പനി സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഒരു വിതരണക്കായി വാങ്ങിക്കൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയായിക്കൊണ്ട് അത് വിൽപ്പന നടത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 1 വർഷം കഴിയുമ്പോൾ 1 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം മേടിക്കുന്ന വ്യക്തികളായി മാറണം എന്നാണ് കമ്പനി നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളിൽ ഞങ്ങളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അത് തിരിച്ചറിയാൻ കഴിയും. അതിനുവേണ്ടി ഈ അവസരം കാണിക്കുന്ന പ്രേംകുമാറിനെയും ചന്ദ്രബാബു സാറിനെയും ആദിത്യ സാറിനെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇനി എന്റെ ഈ ശിശുകാലികത, കാരണം മക്കളെല്ലാം കൊച്ചുമക്കളായി കഴിഞ്ഞു. ഇനി എന്റെ ജീവിതം എനിക്ക് എൻജോയ് ചെയ്യാനില്ല, കാരണം പ്രായം കഴിഞ്ഞുപോയി. ഇനി അവരോടൊപ്പം എൻജോയ് ചെയ്ത് കഴിയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടാവണം. അതിന് ഏറ്റവും പറ്റിയ ഒരു കമ്പനിയാണ് ഇന്ന് നമുക്ക് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇത് തുടക്കം മാത്രമാണ്. ഈ തുടക്കത്തിൽ വന്നിട്ടുള്ള എല്ലാവരും അടുത്ത വർഷം ലക്ഷാധിപതികളും കോടികളുമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വകയാണ്. ഒരു കുടുംബത്തിനെ രക്ഷപ്പെടുത്തുക, ഒരു കുടുംബത്തിനെ സാമ്പത്തികമായി ഉയർത്തുക. ഇന്ന് ഒട്ടനവധി പദ്ധതികൾ വരുന്നുണ്ട്. നമുക്കത് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ സൗകര്യത്തിലൂടെ അനേകം കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയണം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. ജയ് ജയ്. ഓക്കെ. എന്റെ ഭാഗത്ത് സംസാരിക്കുന്നതിനായിട്ട് ശ്രീമതി സാൻസ്റ്റീന മാഡത്തെ ഞാൻ വേദിയിലേക്ക് ആരും കൈയടിക്കുന്നില്ലല്ലോ. ഞാനിന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഈ അവസരത്തിൽ കാര്യങ്ങളൊന്ന് വിളിച്ചു. എന്നാലും എനിക്കൊരു വല്ലാത്ത ഒരവസരത്തിൽ ഞാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വരാൻ, ഞാൻ താമസിച്ചാണെങ്കിലും എനിക്കിവിടെ എത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഇപ്പം ജസ്റ്റായിട്ട് ഇവിടെ നമ്മുടെ ലീഡറായ ആദിത്യ സാറ്, പിന്നെ നമ്മുടെ ലീഡർ ചന്ദ്രബാബു സാറ്, പിന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബാക്കിയുള്ള സഹപ്രവർത്തകർക്ക് ഞാൻ അതിന് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഞാൻ നമ്മളിപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാം ഇപ്പൊ കൊറോണ കാലമാണ്. അത് മാത്രമല്ല നമുക്ക് ലോക്ക്ഡൌണും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മളെ പോലുള്ള വർക്കേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു വർഷക്കാലമാണ് നമുക്ക് കടന്നു പോയിരിക്കുന്നത്. എന്നാൽ തന്നെയും ഈ ഒരു വർഷക്കാലം നമ്മുടെ മുന്നിൽ പല പല ബിസിനസ്സുകൾ വന്നു. നമ്മളെല്ലാം വന്ന് പറയുന്നു, എടുക്കുന്നു, ആകർഷിക്കുന്നു. എന്നാൽ തന്നെ നമ്മൾ ആ സമയത്ത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, നമുക്ക് പഴയതുപോലെ ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ മീറ്റിങ്ങുകൾ നടത്താൻ പറ്റും, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ വളരെയധികം ഇങ്ങനെ ഓരോ വർക്കിനെ കുറിച്ച് കേൾക്കുമ്പോഴും വളരെ വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് ഓക്കെ ലൈഫ് നമ്മുടെ മുന്നിലോട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് കേട്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നി. അതിന്റെ പ്രോഡക്റ്റുകളെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ പല പ്രോഡക്റ്റുകളും നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ തന്നെയാണ് കമ്പനിയുടെ. അങ്ങനെ നമുക്ക് ആ പ്രോഡക്റ്റിലൂടെ തന്നെ നമുക്ക് വളരെയേറെ ഇതിലൊരു പിന്നെ ലൈഫ് ഉണ്ടാകുമ്പോൾ നമുക്ക് നിലനിൽക്കുന്ന ഒരു വർക്കാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അത് താമസിക്കേണ്ടി വന്നില്ല. നമ്മള് അത് ഏറ്റെടുക്കാൻ തക്കവണ്ണം നമുക്ക് പറ്റി. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കൊറോണ കാലവും വേറെ പല വിഷയങ്ങളും ഉള്ളത് കാരണം എനിക്ക് ഒരു സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഖേദകരമായ ഒരു സത്യം. എന്ന് വെച്ചാൽ ഞാൻ ഏതൊരു വർക്ക് കിട്ടിയാലും മാഡവും ഞങ്ങളൊക്കെ ഒരുമിച്ച് വർഷങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. ഞങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതുപോലെ ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയില്ല ഇതുവരെ. അതാണ് സത്യത്തിന് എന്റെ അനുഭവം. അന്നേരം ഇതുമുതലെങ്കിലും നമുക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അന്നേരം അതേ കണക്ക് ഇത്രയും വർക്കുകൾ വന്നതിന് നമ്മൾ ചൂസ് ചെയ്ത ഒരു വർക്കാണിത്. അതായത് നമുക്ക് മുന്നോട്ട് ഇതുമായിട്ട് പോകണമെന്ന് തന്നെയാണ് ഭയങ്കര ആഗ്രഹം. അതിനുള്ള അവസരങ്ങൾ നമുക്ക് ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നോക്കുന്നു. എല്ലാവർക്കും പിന്നെ
വിളിക്കുന്നവര് എല്ലാവരും ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും വന്ന് സംസാരിക്കേണ്ടുന്നവരാണ്. ഇനി അടുത്ത മീറ്റിംഗിൽ വിളിക്കാം. എന്തായാലും 2 മിനിറ്റ് കൊണ്ട് സംസാരിക്കുന്നവരോട്, കാരണം ആദ്യത്തെ സാറിന് സംസാരിക്കാൻ സമയം വേണം. അടുത്തത് രാജ്കുമാർ സാറിന് ഞാൻ വേദിയിലേക്ക് സ്വാഗതം. സ്നേഹമുള്ള വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന മനുഷ്യസുഹൃത്തുക്കളെ, ഹോക്കി ലൈഫ് എനിക്ക് പരിചയപ്പെടുത്തുന്നത് ചന്ദ്രബാബു സാറാണ്. ഞാൻ ഒത്തിരി നെറ്റ്വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ കൊറോണ കാലത്ത് ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമായി കാണും. ഞാൻ വളരെയധികം വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ചന്ദ്രബാബു സാർ എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും പറയാറുണ്ട്. എങ്കിലും ഞാനൊന്നും അനങ്ങാതിരിക്കുകയാണ്. ഇനി അതിന്റെ പ്രവർത്തനങ്ങൾ കമ്പനിയുമായിട്ടൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു അനുകൂല സാഹചര്യം ഒരുക്കിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് കുറച്ചും കൂടുതൽ മുമ്പോട്ട് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്തുള്ള മീറ്റിംഗിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. സംസാരിച്ചു കഴിയുമ്പോൾ എപ്പോഴെപ്പോഴും കഴിക്കാൻ പറയിപ്പിക്കണം. നല്ലതുപോലെ കൈയടിക്കുമ്പോൾ 2 ഗുണങ്ങളാണ്. നമുക്കൊരു എനർജി വരും, നമ്മുടെ ബോഡി മൊത്തം ഒരു എനർജി ആവും. അതുകൊണ്ട് പിന്നെ കേൾക്കുന്ന ഈ പറഞ്ഞവർക്ക് ഒരു സന്തോഷമാവും. അപ്പം അടുത്തത് നമ്മുടെ കേരളത്തിന്റെ ടോപ്പ് ലീഡർ 7 മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്ത പുലിയാണോ പുപ്പുലിയാണോ ഒന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. കാന്താരി ഇച്ചിരി മതി. എല്ലാ പച്ചമുളകും പോലെ തന്നെ കാന്താരി ചെറുതാ, ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ അതിന്റെ എരിവോ വലുതാണ്. അതുപോലെ ഈ പ്രായത്തില് ഇതിനേക്കാൾ വളരെ പകുതി പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ട്. സാറ് 7 മാസം കൊണ്ട് അച്ചീവർ ആയെങ്കിൽ ഇവിടേക്ക് 6 മാസം കൊണ്ട് നമുക്ക് അച്ചീവർ ആവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി 5000 രൂപയ്ക്ക് ഓരോരുത്തരും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും 6 മാസം കൊണ്ട് കാർബണ്ടും ഹൗസ് ഹോൾഡ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ താഴോട്ട് പാസ് ചെയ്ത് എല്ലാവരെയും കൊണ്ട് കൺസിസ്റ്റൻസി എടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. ഓക്കെ ലൈനിലൂടെ. അതുകൊണ്ട് അങ്ങനെയുള്ള പുലിയാണോ പുലിയാണോ എന്നറിയാൻ വേണ്ടി നമ്മുടെ കേരള പ്രൊമോട്ടറായ ശ്രീ ചന്ദ്രബാബു സാറിന് ഞാൻ 2 വാക്ക് പറയുന്നതിനായിരിക്കും ഞാൻ വേദിയിലേക്ക്. ट्रांसलेट कौन करेगा? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതുവരെ ഇതുപോലെ തടുത്ത സമയങ്ങളിലാണ് മാഡം പറഞ്ഞിടക്ക് കാന്താരി മുളക് അല്പം മതി എന്നെ അതിനോട് ഉപമിച്ചതിന് വളരെ നന്ദി. കാര്യം മുഖത്ത് നോക്കി തന്നെ സത്യം പറയുന്നത് കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിന് വളരെ നന്ദി പറയുന്നു. അതുപോലെ മാന്യമായ നമ്മുടെ സഹപ്രവർത്തകർ, എനിക്ക് 2 വാക്കേ പറയാനുള്ളൂ. കാര്യം ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഒരു പരിശ്രമം കൊണ്ടും എന്റെ കൂടെ വന്ന 2 പേര്, എനിക്ക് പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് നമ്മളെ പ്രേം സാറും ഒന്ന് ശിവദാസൻ സാറും. ശിവദാസ് സാറ് എന്ന് പറയുമ്പോൾ ശിവദാസ് സാറും ഫാമിലി, ഇതൊരു ഫാമിലി ബിസിനസ് ആണെന്ന് തെളിയിപ്പിച്ചതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഫാമിലിയിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതിന് നിങ്ങൾ എല്ലാവരും കഴിയുന്നതും ആദ്യമേ നമ്മുടെ വീടാണ് നമ്മൾ ക്യാൻവാസ് ചെയ്യണം. വീട്ടിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങി പോകുന്നിടത്ത് ഒരു കാരണവശാലും നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ വീട്ടിലെ സപ്പോർട്ട് ആദ്യമേ. വീട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവര് എപ്പോഴെങ്കിലും നാട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ അതിൽ നിന്ന് എനിക്ക് വലിയ പ്രചോദനം കിട്ടിയിട്ടുണ്ട്.
എന്നാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. കാര്യം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ എന്റെ ലീഡർ, ഗ്രേറ്റ് ലീഡറായ ആദിത്യ കോൺസാണ് 6,40,000 രൂപ കഴിഞ്ഞ മാസം പേഔട്ടായി. 13ാമത്തെ മാസം 13ാമത്തെ മാസമാണ്. അപ്പൊ അതിന് ഒരു പൂജ്യമെങ്കിലും കുറച്ചിട്ട് എനിക്ക് മേടിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെ? ഒരക്കം പറഞ്ഞാൽ കുഴപ്പമില്ലാത്തതല്ലേ? എന്നാ അതല്ല, നമുക്ക് ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ നിറയെ കാശ് കിട്ടുന്ന ഒരു സംരംഭമാണ്. അതിന്റെ പല ഉദാഹരണങ്ങൾ സാറിനെ കൊണ്ടുവന്ന നമ്മളെ സോനം മേഡം എന്ന് പറയുന്ന ഒരു മേഡമാണ് ഡൽഹിയിലുണ്ടായിരുന്നത്, എല്ലാം ഡൽഹിയിലുള്ളതാണ്. അത് അവർക്ക് കിട്ടുന്നത് ഇന്ന് 23 മാസമായപ്പോൾ 22 ലക്ഷം രൂപ അവര് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ആ ശ്രീമതിയെ കൊണ്ടുവന്ന ആള് വെറും 24 മാസം കൊണ്ട് 44 ലക്ഷം രൂപ മേടിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പൊ ഇത് നമ്മള് അറിഞ്ഞ് ഇത് പഠിച്ച് ഇതിൽ നമ്മൾ പ്രവർത്തിക്കാനുണ്ടെങ്കിൽ ആദ്യമേ നമ്മള് കമ്പനി നമുക്ക് വേറൊന്നും തരുന്നില്ല. അതായത് കമ്പനി പറയുന്നത് എന്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യൂ, അതിനുള്ള കാശാണ് തരില്ല. അല്ല, കമ്പനി നമുക്ക് ഒരു ഔദാര്യവും തരുന്നില്ല, ഒരു കമ്പനിയും തരുന്നില്ല. പക്ഷെ ഇതിൽ നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും. അത് ഞാൻ ഉദാഹരണമായി, ഞാൻ ഒരു വർഷം ആകണമെങ്കിൽ എനിക്ക് മെയ് വരെ സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്നെ പേയോട് ചെക്ക് ചെയ്യാം. ആ 1 ലക്ഷം രൂപയിൽ ഞാൻ എത്തിക്കും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നതിന് 10 മടങ്ങ് വേഗത്തിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. കാര്യം ഞാനിവിടെ ചെയ്തത് ഒറ്റയാൻ പ്രകടനം. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ തന്നെയാണ് ഞാൻ 1 by 1 ആയിട്ട് ഓരോരുത്തരെ കൊണ്ടുവന്ന് ഞാൻ അച്ചീവ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിനുള്ള സപ്പോർട്ട് ഉണ്ട്. ഇത് ആദ്യത്തെ തുടക്കം മാത്രമാണ് കമ്പനിയുടെ സപ്പോർട്ട് കിട്ടുന്നത്, ആദ്യത്തെ തുടക്കം. പക്ഷേ അടുത്ത വർഷം, അതായത് ഇത് 4ാമത്തെ വർഷമാണ്, കമ്പനി 4ാമത്തെ ആനിവേഴ്സറിയാണ്. അതേസമയം 5ാമത്തെ ആനിവേഴ്സറിക്ക് കുറഞ്ഞത് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 25 പേര് ഹൗസ് ഫണ്ട് അച്ചീവ്, അതായത് ടോട്ടൽ കമ്പനിയുടെ അച്ചീവേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കുക, പഠിക്കുക, മനസ്സിലായാൽ മാത്രം ചെയ്യാൻ മാത്രമേ ഇന്ന് വരെ ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആരെയും നിർബന്ധിച്ച് ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം നിങ്ങൾ ഇതിൽ പ്രവർത്തിക്കാനാണ് ഞാൻ ഇതുവരെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും അതിന് വിപരീതമായിട്ട് ആരെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ നിർബന്ധിച്ച് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ കൺസെപ്റ്റ് അതാണ്. നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം മറ്റുള്ളവരെ. അവർ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രമേ വിജയത്തിലോട്ട് എത്തത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും വന്നിരിക്കുന്ന ഏറ്റവും വലിയ, ഈ പ്രാവശ്യമുള്ള ഏറ്റവും വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസി ഓഫറാണ്. എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി കാ ബാപ്പ് എന്നാണ് അതിന്റെ പേര്. അതായത് ഓരോ കമ്പനിയുടെ കൺസിസ്റ്റൻസി കൊടുക്കുന്നുണ്ട്. അതിന്റെ അച്ഛൻ കൺസിസ്റ്റൻസിയുടെ ബാപ്പ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയുടെ പിതാവ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ 5000 രൂപയുടെ സാധനം നമ്മൾ എടുത്ത് ഓരോ മാസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ 6 മാസം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് 7ാമത്തെ മാസം 10,000 രൂപയുടെ സാധനമാണ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ഈ ഒരൊറ്റ കൺസെപ്റ്റ് മതി. അത് ഈ മാസം മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് 2ാം തീയതി മുതൽ 15ാം തീയതി വരെ അത് ചെയ്തിരിക്കണം. ഒറ്റ ബില്ലായിരിക്കണം. അങ്ങനെ ചെയ്താൽ, അത് ചെയ്യാതെയാണ് ഞാൻ ഈ 8ാം മാസത്തില് എന്തായത് ഹൗസ് ഫണ്ട് അച്ചീവ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടോപ്പ് അച്ചീവ്മെന്റ്. ഈ കൺസിസ്റ്റൻസി പോലും ഇല്ലാതെ നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനി തന്നിരിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയാൽ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നമുക്കൊരു 25 പേരെങ്കിലും നമുക്ക് ടോട്ടൽ അച്ചീവ്മെന്റേഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഞാനിത് കൂടുതൽ നീട്ടുന്നില്ല. എനിക്ക് പറയാൻ ഇനി അവസരങ്ങളുണ്ട്. നമുക്ക് വന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ എന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ കേൾക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല, പുള്ളി ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞതും എന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്തുവാണ് പറഞ്ഞതെന്ന് ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ആദിത്യ കോൾ സാറിനെ സ്വാഗതം ചെയ്യുന്നു. गुड मॉर्निंग एवरीवन। गुड मॉर्निंग। ऐसी आवाज आ रही है, इसको बंद कर देना। मेरी आवाज इतनी कैसे बाहर जाएगी? ആ കപ്പലെല്ലാം ഒന്ന് डोर क्लोज प्लीज। ഹലോ. ആ പറയൂ. ആണോ? അത് നാളെ അടച്ചേക്കാം. നാളെ ഞാൻ ചെയ്തേക്കാം. ഓക്കെ 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 ശരി. അതെ 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 ശരി ശരി. गुड मॉर्निंग एवरीवन। गुड कैसे हैं मॉर्निंग। आप सब? ठीक है। हिंदी आता है? थोड़ा 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 समझ सकता है? अच्छा, कौन कौन समझ सकता है वो हाथ रेज करे प्लीज। हिंदी कौन कौन समझ सकता है वो हाथ रेज करे। अच्छा, जो नहीं समझ सकता वो हाथ रेज करे। അറിഞ്ഞൂടാത്തവരൊന്ന് കൈ കൂട്ടിയാൽ ഹിന്ദി. ഹിന്ദി മനസ്സിലാവുന്നവര് കൈപോക്കാനാണ് പറഞ്ഞത്. सबको आता है। नहीं आता है। और जिनको नहीं आता वो हैंड रेज करे। അതായത് ആർക്കും ഹിന്ദി അറിയാത്തവരാണ് കൈ പൊക്കാവുള്ളത് ഇപ്പോഴും. चलिए सर है ना, सर ट्रांसलेट करेंगे, कोशिश करिएगा समझने की। यहाँ पे इंग्लिश में भी आएगा तो आपको प्रॉब्लम नहीं होगा, आप बोर्ड पे समझ सकते हैं। और जब लास्ट डाउट होगा, अगर आपको क्वेश्चन होगा तो लास्ट में आप मेरे से पूछ सकते हैं। तैयार है? रेडी? आर यू रेडी? आर यू रेडी? आर यू एक्साइटेड? एक बार जोरदार क्लैपिंग। केरला वाली क्लैपिंग ഉള്ളൂ. ഇനി ചായ വേണോ? അപ്പൊ സൗണ്ട് ഇല്ല. ഇതേപോലെ പ്രത്യേക ടൈപ്പ്. അതുകൊണ്ട് 6:45 മേടിക്കുന്നത്. നിങ്ങളൊന്നും വിടത്തില്ല അദ്ദേഹം. കൂടെ കൂടെ ഇനി വരും. अगर ये आपको चेक चाहिए तो एक बार अपने लिए जोरदार क्लैपिंग करिए। क्लैपिंग, यस, जोरदार। आवाज नहीं आ रहा। केरला वाला क्लैपिंग नहीं है, ये केरला वाला क्लैपिंग नहीं है, जोरदार क्लैपिंग। ये मलयाली में क्योंकि एक बात कही जाती है कि अगर आप किसी के ऊपर क्लैप करेंगे, अगर आप किसी की अचीवमेंट पे क्लैप करेंगे तो एक दिन ऊपर वाला आपको अचीव कराएगा वो। അതായത് സാർ പറഞ്ഞത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി കൈയടിച്ചോ, നമുക്ക് വേറൊരാള് നാളെ കൈയടിക്കാൻ വരും. एक बार सर के लिए जोरदार क्लैपिंग। ഒരുപാട് നാളെ കൈയടിച്ച് കൈയടിക്ക് കൈയടിക്ക്. चलिए थोड़ा सा अपने बारे में बताना चाहता हूँ। नाम आदित्य है और लगभग 4 साल पहले इस इंडस्ट्री में आया था जिसका नाम है नेटवर्क मार्केटिंग एंड डायरेक्ट सेलिंग। आई केम टू दिस इंडस्ट्री बिफोर 4 years, राइट। एक्चुअली आई वॉज द इंजीनियर, मैं एक इंजीनियर था। आई वॉज डन ए बीटेक फ्रॉम भोपाल MP। यू नो MP? मध्य प्रदेश. मध्य प्रदेश, द कैपिटल ऑफ Bhopal is the capital of MP, right? So I born and brought up from MP, and after that I
came to Delhi. मैं दिल्ली आया और 9 years मैंने जॉब करा. 9 years I have done the job. I am an engineer. मैं इंजीनियर में मैंने बीटेक किया हुआ था. और जब जॉब करने में आया, जब जॉब प्रोफाइल पे आया, तो लगभग 8 से 9 साल मैंने दिया. और 9 साल देने के बाद भी जो मेरी सैलरी पहुंची, हाईएस्ट सैलरी 25-30,000 only. My highest salary job, my highest salary job was 30,000. 25-30,000. Then I decided to go to the MLM industry, network marketing and direct selling. 2016 I decided, 2016 में मैंने डिसीजन लिया कि मुझे नेटवर्क मार्केटिंग और डायरेक्ट सेलिंग में जाना चाहिए. बिकॉज 30,000 में किसी का घर नहीं चलता है यहाँ पे. यस या नो? 30,000 में किसी का घर नहीं चलता है. यस या नो? हिंदी वाले समझ रहे हो? 30,000 में किसी का घर नहीं चलता है. सर ट्रांसलेट करेंगे. അദ്ദേഹം പറയുന്നത് നമ്മൾ എത്ര ജോലി ചെയ്താലും ഇപ്പോഴത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലി കിട്ടുന്നത് വേറെ. പക്ഷെ ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എത്ര ജോലി ചെയ്താലും ഒരു 30,000, 35,000 രൂപയാണ് നമുക്ക് മാക്സിമം കിട്ടാറുള്ളത്. പക്ഷെ അതുകൊണ്ട് ആരെങ്കിലും വീട്ടിലെ ചെലവ് നടക്കുമോ എന്നാണ് പുള്ളി ചോദിച്ചത്. उसके बाद मैंने डिसीजन लिया कि मुझे नेटवर्क मार्केटिंग में आना चाहिए. माय फर्स्ट कंपनी वाज वेस्टीज मार्केटिंग प्राइवेट लिमिटेड. यू हैव हर्ड अबाउट द वेस्टीज. വെസ്റ്റീജ് കമ്പനിയെ പറ്റി അറിയാമോ? അദ്ദേഹം I have done वेस्टीज एंड रियली वहां से मैंने बहुत कुछ सीखा. हाउ टू बिल्ड ए नेटवर्क, राइट. वहां से मैंने बहुत सारी एजुकेशन ली. അതായത് അതിൽ ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ നിന്ന് ഒരുപാട് പഠിച്ചു. അത് ആ കമ്പനിയുടെ ട്രെയിനിങ് ആണ് പുള്ളിയെ ഈ ഒരു കൺസെപ്റ്റിൽ വിജയിക്കാനുള്ള കാരണം. उसके बाद प्रॉब्लम्स आने रही. 4 साल मेरा वहां पे हाईएस्ट चेक 45,000 था और एवरेज चेक 10 to 20,000 था ओनली. അദ്ദേഹത്തിന് ആ 4 വർഷക്കാലം വെസ്റ്റീജ് കമ്പനിയിൽ വർക്ക് ചെയ്ത മാക്സിമം ഏൺ ചെയ്തിട്ടുള്ള 45,000 രൂപ 4 വർഷം. അത് 45,000 രൂപ സ്ഥിരമായിട്ടല്ല, 20,000, 25,000, 15,000 ഇടയ്ക്ക് 45,000 അടിച്ചു. ഇതാണ് അദ്ദേഹം പറയുന്നത്. एक बार मेरा जो चेक आया, फिर उसके बाद एक डिसीजन लिया मैंने. बिकॉज प्लान बहुत कॉम्प्लिकेटेड था, पहली चीज. और दूसरी चीज, प्रोडक्ट का कॉस्ट बहुत हाई था. प्रोडक्ट कॉस्ट इज सो हाई, राइट. और सबसे बड़ा तीसरा रीजन था, टीम में लोगों का पैसा नहीं आ रहा था. അദ്ദേഹം പറയുന്നത് അതിൽ വിജയിക്കാൻ പറ്റാത്ത കാരണം ഇതായിരുന്നു. അതിനുള്ള പ്ലാൻ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. നമുക്ക് മനസ്സിലാവില്ല. ഒരു കാരണവശാലും 4-5 വർഷം അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലാൻ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് സ്വന്തമായിട്ട് എത്ര രൂപ വരുമെന്ന് പോലും കണക്കൂട്ടാൻ പറ്റത്തില്ല മാസാവസാനം. അപ്പൊ അത്രയും കടുത്തതും സാധനങ്ങള് വില കൂടുതലുമായതുകൊണ്ടാണ്. അത് മാത്രമല്ല, പുള്ളി അതിൽ നിന്നും റിസൈൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ വന്ന വന്ന മെമ്പേഴ്സിന് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സ് മാറാൻ സാധിക്കും. ये प्रॉब्लम होने की वजह से इनकम नहीं आ रहा था और लोन्स काफी बढ़ते जा रहे थे. അതായത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എടുത്ത ലോണുകൾ, ഇപ്പൊ വണ്ടി വേണം അല്ലെ, നമുക്ക് പോയി വർക്ക് ചെയ്യണമെങ്കിൽ വണ്ടി വേണം. അപ്പൊ അതിനുള്ള ലോണും കാര്യങ്ങളും വീടിന്റെ എല്ലാം ലോൺ അടയ്ക്കാൻ പോലും സാധിച്ചില്ലായിരുന്നു. Then I decided to OK Life Care in 2019. 2019 में OK Life Care की शुरुआत हुई September 2019. My first month check was 350 rupees only. How much? ആദ്യത്തെ ചെക്ക്
ഓക്കെ ലൈഫ് കെയറിൽ ചേഞ്ച് ചെയ്ത് തുടങ്ങിയതിനു ശേഷം ഫസ്റ്റ് ചെക്ക് വന്നത് 350 rupees ഓൺലി ഫസ്റ്റ് മാസം. मेरे साथ जो लोग थे वो नहीं आए. मेरा बहुत सारे लोगों ने मजाक उड़ाया, बहुत सारे लोगों ने नालायक बोला, राइट. बहुत सारे लोगों ने गलत बोला कि तुम गलत कंपनी में चले गए, तुम्हारा करियर खराब हो गया. बट आई बिलीव ऑन माई सेल्फ. मुझे अपने ऊपर भरोसा था और ऊपर वाले भगवान के ऊपर भरोसा था. അതായത് അങ്ങനെ ഓക്കെ ലൈഫ് കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വെസ്റ്റേജിൽ ഉണ്ടായിരുന്ന അദ്ദേഹം കൊണ്ടുവന്ന ഒരു ടീമുകളും അദ്ദേഹത്തിന്റെ കൂടെ പോയില്ല. അവരെല്ലാം കളിയാക്കുകയായിരുന്നു. ഇത്രയും വിവരമില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന. ഈ കമ്പനി പുതിയതാണ്, ഇത് പൊട്ടിപ്പോവും എന്ന് പറഞ്ഞ് കളിയാക്കിയ സ്ഥാനത്ത് നിന്നിട്ടാണ് പുള്ളി ഇന്ന് അവരെല്ലാം അസോസിയേറ്റ് ചെയ്തു തുടങ്ങി. എന്താണ് വിജയിച്ചതുകൊണ്ട്. उसके बाद सफर शुरू हुआ. सेकेंड मंथ चेक वॉज 2000 rupees only, and third month I was got from OK Life Care 30,000, and fourth month my check was 1,18,000 rupees. അതായത് രണ്ടാമത്തെ മാസം Second month 2,000. 2,000 rupees, അതായത് 2000 രൂപ ഏൺ ചെയ്തു. മൂന്നാമത്തെ മാസം 30,000. Fourth month 1,18,000. അവിടെയാണ് നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് അറിയാവുന്നത്. അതായത് നമ്മൾ 30,000 രൂപ ഏൺ ചെയ്തതിന് ശേഷം നാലാമത്തെ മാസം നേരെ പോയത് 1,13,000 രൂപ. അതായത് 345. അത് കഴിഞ്ഞ് Fifth month 1,70,000. Seventh month 2,70,000. Then it was completely a lockdown. March and April. My March check was 2,80,000. Then whole India will be the lockdown. पूरा हिंदुस्तान लॉकडाउन हो गया और पहली बार देखा गया कि इतनी सारी शॉप्स क्लोज्ड है, मेट्रोस क्लोज्ड है, ट्रेन क्लोज्ड है, एयरपोर्ट क्लोज्ड है. यस और नो? अंडरस्टैंड? समझ आ रहा है? മാർച്ചില് 2,00,000 രൂപ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഏപ്രിൽ തൊട്ട് ലോക്ക്ഡൌൺ ആയി അല്ലെ. ഏപ്രിൽ മെയ്യിൽ ലോക്ക്ഡൌൺ ആയി. അതിനുശേഷം ഈ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ കമ്പനികളും, ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ കമ്പനികളുണ്ടായ എല്ലാവർക്കും എന്തായി വന്നുകൊണ്ടിരുന്ന വരുമാനം നേരെ താഴോട്ട് പോയി. പക്ഷേ बहुत सारे लोगों की ഇതില് മാത്രം ഇദ്ദേഹത്തിന്, അതായത് ഓക്കെ ലൈഫ് കെയറിൽ മാത്രം വീണ്ടും കുതിച്ചു വരാൻ തുടങ്ങി. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. बहुत सारे लोगों की जॉब्स चली गई. ഒരുപാട് പേരെ ജോലി പോയി. बहुत सारे लोगों के बिजनेस खत्म हो गए. ഒരുപാട് പേരെ ബിസിനസ് ഇല്ലാതായി. बट ओके लाइफ केयर ഓക്കെ ലൈഫ് കെയറിന്റെ കമ്പനിയുടെ ചെക്ക് മാത്രം എന്തുകൊണ്ട് ഉയർന്നു? അതാണ് 3,26,000. After lockdown, my check was increased. My check was 3,26,000. 9th month, my check was 5,45,000. 9ാം മാസത്തിൽ 5,42,000 രൂപ. 10th month, I got 10ാം മാസം 6,48,000. 6,48,000. ഇച്ചിരി മാറി മതി. 6 months in a super month. 48,000 രൂപ. 6,48,735 രൂപ 10ാം മാസത്തെ ചെക്ക്. Almost I have earned in the year. साल भर जो मेरी इनकम है 55 lakh rupees. 1 year lockdown. ഒരു വർഷം കൊണ്ട് ഇതുവരെ പുള്ളി ഏൺ ചെയ്തത് 55 lakhs ആണ്. ഒരു വർഷം 55 ലക്ഷം രൂപ ഇപ്പോൾ ഈ കമ്പനിയിൽ പുള്ളി ഏൺ ചെയ്ത് കഴിഞ്ഞു. क्या आप ऐसी इनकम लेना चाहते हैं? ആണോ നിങ്ങളും ഈ ഇൻകം വാങ്ങിക്കാൻ തയ്യാറാണോ? Are you ready? कौन लेना चाहते हैं? हैंड रेस करें. എത്ര പേരാണ് അതിന് ആഗ്രഹിക്കുന്നത്? അവർ കൈവക്കാനാവുന്നത്.
ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, ജോലി ചെയ്യാൻ വേണ്ടി.